പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നാം ബന്ധനത്തിലാണെന്നുള്ള സത്യവും യേശുവിന് നമ്മെ സ്വതന്ത്രമാക്കാൻ കഴിയും എന്നുള്ള സത്യവും നാം അറിഞ്ഞിരിക്കണം. നാം ഏതെല്ലാം വിധത്തിലാണ് ബന്ധനത്തിലായിരിക്കുന്നത്? യേശു പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന്. നമ്മുടെ ദോഷങ്ങളും കോപവും വൈരാഗ്യവും വിദ്വേഷവും അതുപോലെ ജഡികമായ ആസക്തികളും ദ്രവ്യമായ ആസക്തികളും എല്ലാം നമ്മെ ബന്ധനത്തിലാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇവയെല്ലാം നീക്കം ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അത് യേശുവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ ഹൃദയം കഴുകപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുകയും അതുവഴി നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും. യേശുവിൻ്റെ തിരുരക്തത്താലാണ് നമ്മുടെ ഹൃദയം കഴുകപ്പെടേണ്ടത്. നമ്മുടെ ഹൃദയം കഴുകി വിശുദ്ധി വരുത്തി കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നാം ആഗ്രഹിക്കാത്ത ചിന്തകളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും മറക്കണമെന്നും പൊറുക്കണമെന്നും കരുതുന്ന ഘടകങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. പ്രതികാര ചിന്തകളും വാശിയും വൈരാഗ്യവും വിദ്വേഷവും നമ്മെ വലിച്ച് മുറുക്കുകയാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴുമെല്ലാം നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ചിന്തകൾ നമ്മെ അലട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം സ്വാതന്ത്ര്യമല്ല. നമ്മുടെ ചിന്താമണ്ഡലം മറ്റേതോ ശക്തിയുടെ കീഴിലാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന എന്ത് ഘടകമായാലും ഏത് തിന്മയായാലും അതിൽ നിന്ന് നാം പുറത്തു വരണം. യഥാർത്ഥമായ ശത്രു നമ്മുടെ ആത്മാക്കളെ നശിപ്പിക്കുന്ന സാത്താനാണ്. അവൻ ആരെ വിഴുങ്ങണമെന്ന് നോക്കി ചുറ്റി നടക്കുകയാണ്. അവൻ്റെ കെണിയിൽപ്പെടാതെ ജാഗരൂകരായി നാം നിത്യവും ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തെ സാത്താനിൽ നിന്നും അതുപോലെ തിന്മയിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.